കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിയ സെൽറ്റോസ് ആണ്. സെൽറ്റോസിന് ഈ ഒരു സെൽറ്റോസിന് പ്രത്യേകതയുണ്ട്. ഇത് IMT ട്രാൻസ്മിഷനിൽ വന്നേക്കണം. ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വണ്ടിക്ക് ക്ലച്ചില്ല, അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ഗിയർ മാത്രമാണ് മാറ്റി മുമ്പ് ഓടിച്ചുകൊണ്ട് പോകാം, അതാണ് ഈ വാഹനത്തിൻ്റെ വേറെ പ്രത്യേകത. അപ്പോൾ ഈ വണ്ടി നോക്കുകയാണെങ്കിൽ 2022 മോഡൽ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ IMT ട്രാൻസ്മിഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ വാഹനത്തിൻ്റെ കിലോമീറ്റേഴ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ വലിയ കിലോമീറ്ററും കാര്യമൊന്നും ഓടിയിട്ടില്ല. 2022 മോഡലാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് 50 മുകളിലൊക്കെ ഓടിയിട്ടുണ്ടാവും പ്രതീക്ഷിക്കും. പക്ഷേ 50 മുകളിലൊന്നുമില്ല, ജസ്റ്റ് 30,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ വാഹനത്തിന് വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IMT ആയതുകൊണ്ട് തന്നെ ഇതിന് കുഴപ്പമില്ലാത്ത മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ചും കാര്യങ്ങളൊന്നുമില്ല, ഗിയറിനെ മാറ്റി ഓടിച്ച് പോയാൽ മതി. എന്നാലും കാര്യമായിട്ടുള്ള മൈലേജ് വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഡോമീറ്റർ കാണിക്കുമ്പോൾ പറഞ്ഞാൽ എത്രയും കറക്റ്റ് കിലോമീറ്റർ കാണിക്കുന്നതാണ്, മൈലേജ് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനം കണ്ടേക്കാം, അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിച്ചേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു കിയ സെൽറ്റോസ് ആണ്. നല്ല ക്വാളിറ്റി തന്നെ കിടക്കുന്ന വണ്ടിയാണ്. 2022 മോഡലുണ്ട്. IMT ട്രാൻസ്മിഷൻ വന്നേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ. നമുക്ക് ടച്ച് വാഹനത്തിനില്ല, ഗിയർ മാത്രമേ ഓടി ചേഞ്ച് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. പിന്നെ IMT ട്രാൻസ്മിഷൻ ആയാലും നമുക്ക് ഫുൾ ഓപ്ഷനിൽ വന്നാൽ എല്ലാവിധ ഫീച്ചേഴ്സ് നമുക്ക് വണ്ടിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ കമ്പനി അലോയ്സ് വരുന്നുണ്ട്, റിയർ വൈപ്പർ വരുന്നുണ്ട്, ഡിഫോഗേഴ്സ് വരുന്നുണ്ട്, ക്ലൈമറ്റ് കൺട്രോൾ, അങ്ങനെ സംഭവങ്ങളെല്ലാം ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. വണ്ടിയുടെ ലുക്ക് നോക്കാം, നല്ല ക്വാളിറ്റി തന്നെ കിടക്കുന്ന വണ്ടിയാണത്. സൈഡ് പോർഷനൊക്കെ ഉണ്ടോ. അതേപോലെ നമുക്കിനി ഫ്രണ്ട് പോർഷനിലേക്ക് നോക്കാം. ഫ്രണ്ട് പോർഷൻ ആയാലും ഇവിടെ നല്ല നീറ്റായിട്ടിരിക്കുന്ന ഫ്രണ്ട് പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഫാൻസി നമ്പർ വരുന്നുണ്ട് KL41T2. ടോപ്പ് വ്യൂയിലേക്ക് പോയേക്കാം. ഇതാണ് അതിൽ ടോപ്പ് വ്യൂ വരുന്നത്. ഡുവൽ ടോണിലാണ് വന്നേക്കണേ. നമുക്ക് വീലാസിലേക്ക് പോകാം. വീലാസിൽ ഇവിടെ ചെറിയൊരു പൊട്ടലുണ്ട്, വേറെ കംപ്ലയിൻസ് ഒന്നും കാണുന്നില്ല. നല്ല ഗ്രിപ്പ് കൊണ്ട് ടയേഴ്സ് എടുക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ബോണറ്റ് നല്ല നീറ്റ് അടിക്കുന്ന ബോണറ്റും കൂടെ കിട്ടുന്നുണ്ട്. സ്ക്രാച്ചോ ടെൻറ്റോ കാര്യങ്ങളും വരുന്നില്ല. ഗ്ലാസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ ലാമ്പ് നോക്കാം. ലാമ്പ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലാമ്പ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. താഴെ നമുക്ക് ഫോഗ് ലാമ്പിലേക്ക് പോകാം. ഫോഗ് ലാമ്പ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം കേട്ടോ. അതേപോലെ തന്നെ ഇവിടെയും ലാമ്പ് നീറ്റായിട്ടിരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വീലാസിലേക്ക് പോകാം. ഈ വീലാസ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് കൊണ്ട് ടയേഴ്സ് ഒക്കെ അലോയ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. രണ്ട് ഡോർ നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് റെയിൽസൊക്കെ നോക്കാം. ഇവിടുത്തെ വീലാസിലേക്ക് വരാം. ഈ വീലാസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ഡിഫോഗേഴ്സ് വരുന്നുണ്ട്, റിയർ വൈപ്പർ വരുന്നുണ്ട്. ലിഡ് നോക്കാം. ലിഡ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് കാണാൻ പറ്റും. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വീലാസിലേക്ക് പോകാം. ഈ വീലാസും നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. തീരെ സെൻറ്ററിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്യാം. ഡുവൽ ടോണിലാണ് ഡോർ പാഡ്സ് നിൽക്കുന്നത്. അതേപോലെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. കമ്പനി സീറ്റ്സ് തന്നെ വന്നേക്കണേ. ഇതാണ് വാഹനത്തിൻ്റെ കീ വന്നേക്കുന്നത്. അതേപോലെ ഇവിടെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ പിയാനോ ഫിനിഷ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് ഉള്ളു കാണാനായിട്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. ക്രൂസ് കൺട്രോളും വരുന്നുണ്ട്. 34,000 കിലോമീറ്ററാണ് വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല നീറ്റായിട്ടിരിക്കുന്നു. റിയൽ സീറ്റ്സ് നോക്കാം. അതേപോലെ നമുക്ക് വാഹനത്തിന് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഫ്രണ്ടിൽ നിന്ന് കാണിക്കാനുള്ളത്. പിന്നെ നമുക്ക് വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യാം. ഇവിടെയും നമുക്ക് ഇവിടെ സൺബ്ലൈൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഡോർ പാഡ്സ് ഒക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ഇന്റീരിയർ ക്ലീൻ ചെയ്താൽ പോകുന്ന കേസുള്ളൂ. ന്യായമായിട്ടുള്ള ലെഗ് റൂം നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം കേട്ടോ. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഇന്റീരിയർ പോർഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ബോണറ്റ് നപ്പ് ചെയ്യാം. ബോണറ്റ് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അതിൻ്റെ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതേപോലെ ബാറ്ററിയൊക്കെ നോക്കാം. ഇവിടെ അഡ്ജസ്റ്റൊക്കെ നോക്കാം. ടേസ്റ്റിംഗ് ഒക്കെ നോക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് പേസ്റ്റിംഗ് ഒക്കെ നോക്കാം. ലിഡിലേക്ക് പോകാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. ഇനി നമുക്ക് ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഞാനപ്പോൾ കീ ഒന്ന് എടുക്കട്ടെ. ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. ഞാൻ നേരത്തെ കാണിച്ചു, എന്നാലും ലോങ് പ്രസ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന വാഹനത്തിലെ ബൂട്ട് സ്പേസ് നല്ല
നീറ്റ് അടിക്കുന്ന ബൂട്ട്, പാർസൽ ട്രേ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ എഡ്ജസ് ഒക്കെ നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെയും ലിഡ് നോക്കാം. ലിഡ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. കേട്ടോ, നമുക്ക് സ്പെയർ വീല് നോക്കാം. പുത്തൻ സ്പെയർ വീല്, ഡോറ് ടച്ച് ചെയ്തിട്ടുള്ള സ്പെയർ വീൽ റൂമായാലും നീറ്റായിട്ട് ഇരിക്കുന്നു. ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാനുള്ളത്. ഇന്ന് നമുക്ക് വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു IMT ട്രാൻസ്മിഷൻ എന്നൊക്കെ കിയ സെൽറ്റോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി കിയ സെൽറ്റോസ് ഒരുപാട് ഓപ്ഷനിൽ ഇറങ്ങുന്നുണ്ട്. ഓപ്ഷനല്ല, ട്രാൻസ്മിഷനിൽ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, അതേപോലെ സെമി ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഈ ഒരു വാഹനം നമുക്ക് സെമി ഓട്ടോമാറ്റിക് കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്നതാണ്. പേൾ വൈറ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു വണ്ടി 22 മോഡലുണ്ട് ഈ വാഹനം. അതുകൂടാതെ തന്നെ സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, നമുക്ക് ഇനി വാഹനത്തിൻ്റെ റേറ്റിലേക്ക് നോക്കാം. റേറ്റിലേക്ക് നോക്കാൻ എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്താൽ വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ 14 ലക്ഷം രൂപയാണ് ചോദിക്കണം. 14.50 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാൻ, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതിലൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിന് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നത്. ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.